ഏവർക്കും ദേവദാരുവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വരലക്ഷ്മി വ്രത ദിവസമാണ്. ഈ വരലക്ഷ്മി വ്രതത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. 2 ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. അതായത് ശ്രാവണ മാസത്തിലെ, അതായത് കർക്കിടകം ചിങ്ങം ആ ഒരു പൗർണമിക്ക് തൊട്ടു മുമ്പുള്ള ഒരു വെള്ളിയാഴ്ചയാണ് സാധാരണയായിട്ട് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത്. വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അഷ്ടലക്ഷ്മിമാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ധനം, ഭൂമി, വിദ്യ, വിജയം, ധൈര്യം, സന്താനം, ധാന്യം, ശക്തി എന്നിവയുടെ ദേവതകളാണ് ഈ 8 ലക്ഷ്മിമാർ. അതിനാൽ ഈ വ്രതം കുടുംബത്തിന് സമൃദ്ധിയും സന്തോഷവും നൽകുമെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. വരലക്ഷ്മി വ്രതത്തിന് പിന്നിൽ പ്രധാനപ്പെട്ട 2 കഥകളാണുള്ളത്. ഇവ രണ്ടും സ്കന്ദപുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ കഥയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ കഥ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നല്ല ഭാര്യയും മരുമകളുമായിരുന്നു ചാരുമതി എന്ന സ്ത്രീ മഗധ രാജ്യത്തിൽ ജീവിച്ചിരുന്നു. ഭർത്താവിനോടും കുടുംബത്തോടും അതീവ ഭക്തിയോടെയും സ്നേഹത്തോടെയുമാണ് അവൾ ജീവിച്ചു പോന്നിരുന്നത്. ഒരു ദിവസം ഭഗവാൻ മഹാവിഷ്ണു അവളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ വരലക്ഷ്മിയായി ആരാധിക്കാനും വ്രതമെടുക്കാനും ഭഗവാൻ ചാരുമതിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുമെന്നും സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഭഗവാൻ പറഞ്ഞു. ഉണർന്നപ്പോൾ ചാരുമതി ഈ സ്വപ്നത്തെക്കുറിച്ച് ഭർത്താവിനോടും കുടുംബത്തോടും പറഞ്ഞു. എല്ലാവരും തന്നെ അവളെ പ്രോത്സാഹിപ്പിച്ചു. അതനുസരിച്ച് അവളും പട്ടണത്തിലെ മറ്റ് സ്ത്രീകളും ചേർന്ന് ഭക്തിയോടെ വ്രതമെടുക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു. ചാരുമതിയുടെ സ്ത്രീകളുടെയും ഭക്തിയിൽ പ്രസാദിച്ച് ദേവി എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും സൗഭാഗ്യവും നൽകി അനുഗ്രഹിച്ചു. അന്നു മുതൽ വരലക്ഷ്മി വ്രതം ഒരു പ്രധാന ആചാരമായിട്ട് മാറി. ഇനി രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ്. ശിവൻ പാർവതിക്ക് വരലക്ഷ്മി വ്രതത്തിൻ്റെ ഒരു പ്രാധാന്യം വിശദീകരിക്കുന്ന മറ്റൊരു കഥയുണ്ട്. ഇതിൽ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് ഒരു ബ്രാഹ്മണ സ്ത്രീയായ പത്മാവതിയോട് ഈ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പത്മാവതി വ്രതം എടുക്കുകയും പത്മാവതിയുടെ ഭക്തിയിൽ സംതൃപ്തയായി തീർന്ന ദേവി അവൾക്ക് മോക്ഷം ലഭിക്കാനായിട്ട് ഈ വ്രതം സഹായമായി തീരുമെന്നും പറയുന്നു. ഈ കഥയും വരലക്ഷ്മി വ്രതത്തിൻ്റെ ഒരു പ്രാധാന്യം ഊന്നി പറയുന്നതാണ്. ഈ 2 കഥകളുടെയും സാരം ഭക്തിയോടെ വ്രതമെടുക്കുന്ന സ്ത്രീകൾക്ക് അഷ്ടലക്ഷ്മികളുടെയും അനുഗ്രഹമുണ്ടാകും. അതായത് ധനം, ധാന്യം, ധൈര്യം, വിജയം, ആരോഗ്യം, സന്താനം, ഗജവിദ്യ അതാണ് അഷ്ടലക്ഷ്മി ദേവികൾ. ആ ദേവിമാരുടെ എല്ലാ അനുഗ്രഹം ലഭിക്കുമെന്നും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കുമെന്നുമാണ് പൊതുവെ ഒരു വിശ്വാസം. ഇതാണ് ഈ 2 ഐതിഹ്യങ്ങളാണ് വരലക്ഷ്മി വ്രതത്തെപ്പറ്റി നിലവിലുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.